ഞങ്ങളുടെ സ്കൂളിൽ കൾച്ചറൽ പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ അതിനൊരു ഫോക്ക് ഡാൻസ് ചെയ്യുന്നുണ്ട് മോള്. അതിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ എനിക്കറിയില്ല എന്താണ്, ഞാനിപ്പോഴും സാറ്റിസ്ഫൈഡ് അല്ല. അവളുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഇതാണ്, ഡ്രസ്സ്, ഇങ്ങനെ ഒരു സ്കേർട്ടും ഒരു ബ്ലൗസാണിത്, അതും ഒരു ഷോളും. നമ്മുടെ ഫോക്ക് ഡാൻസിൻ്റെ നമ്മൾ ഫോക്ക് ഡാൻസ് ഫോർ കിഡ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഒരു പാട്ടാണ് ഈ പൂ വേണോന്ന് തുടങ്ങുന്ന പാട്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള കോസ്റ്റ്യൂമാണ്. അതിൽ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് രണ്ടെണ്ണമുണ്ട്, വേണമെങ്കിൽ രണ്ട് കയ്യിലും ഇട്ട് കൊടുക്കാം എന്നുള്ള രീതിക്ക്. പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ ബൺ ഹെയർ ഉണ്ട്. ഞാനത് ഉപയോഗിക്കാൻ മോൾക്ക് കുറച്ച് ലെങ്ത് ഇല്ലാത്ത മുടിയാണ്, അപ്പോൾ അതിൽ വെച്ചിട്ട് പൂക്കൾ സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ മുല്ലപ്പൂ മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കൊട്ടയുണ്ട് കേട്ടോ. ഈ കൊട്ടയിൽ കുറച്ച് പൂ വെക്കണം. അതുപോലെ ഇതുപോലൊരു പൂമാലയും ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കും, കാണുന്ന രീതിക്ക് ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഞാനിരുന്ന് കെട്ടിയൊരു തുളസിമാലയാണ് കേട്ടോ. പിന്നെ മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, ഇതാണ് കമ്മലിനായി ഉദ്ദേശിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു ടൈപ്പിലുള്ള കമ്മലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടുള്ളത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചൂസ് ചെയ്യാമെന്ന് വിചാരിക്കണം. പിന്നെ ഹെയർ ബാൻഡ്, മുഖത്തിനുള്ള ഫൗണ്ടേഷൻസ്, ലിപ്സ്റ്റിക്ക്, പൊട്ട്, ഐബ്രോസ്, പിന്നെ ഇത് കാലിലിടാനാണ് ഇത് രണ്ടെണ്ണം. ഇങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ബാക്കിയൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇനി കുറച്ച് പൂമാലകളും കൂടെ വാങ്ങിക്കണം. പിന്നെ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എന്താ പറയുക, ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇത്തരത്തിലുള്ള പരിപാടികളിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ അത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളൊന്നും എനിക്ക് തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പങ്കെടുക്കാത്തതെന്ന്. പക്ഷേ എന്നാലും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്രോപ്പർട്ടി റെഡിയാക്കുക, എന്തെങ്കിലും കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും ഡേയ്സ് പറയില്ലേ, ആ ഡേയ്സിനൊക്കെ ഞാൻ എന്തെങ്കിലും എന്ന് വെച്ചാൽ ആരും ചെയ്യാത്ത രീതിക്ക് എന്തെങ്കിലുമൊക്കെ മോക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഡാൻസ് എന്ന് പറയുന്നത് KG ആയതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നില്ല. കാരണം അവൾ എന്തെങ്കിലും കളിക്കും എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് പോണത്. അപ്പോൾ നമ്മൾ അതിൽ ഓവർ വാല്യൂ ചെയ്യുന്നില്ല. എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ ചെയ്ത് കൊടുക്കുന്നത് മാക്സിമം വൃത്തിയായി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏറ്റവും തൃപ്തി തോന്നാത്തൊരു ഭാഗമാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കയ്യിലുള്ള ഒരു സ്കേർട്ടും ടോപ്പും ഷോളും വെച്ചിട്ടാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എത്രമാത്രം സക്സസ് ആവും എന്ന് എനിക്കറിയില്ല. ബാക്കി 2-3 സ്കേർട്ടും ടോപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് സ്യൂട്ടായില്ല. അപ്പോൾ ഇത് വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു. ഇനി എന്തൊക്കെ വേണമെന്നും എനിക്കറിയില്ല കേട്ടോ. ഇനി നാളെ രാവിലെ വീട്ടിൽ നിന്ന് റെഡിയാക്കിയിട്ട് വേണം സ്കൂളിൽ കൊണ്ടുപോകാൻ. ഫോക്ക് ഡാൻസിനുണ്ട്, അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിങ്ങോ പിന്നെ ആക്ഷൻ സോങ്സോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ 2-3 പരിപാടികളും കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ഒന്ന് ശ്വാസം വിടാൻ എന്ന് പറയില്ലേ, അത്തരത്തിലാണ് കാര്യങ്ങൾ. അപ്പോൾ നാളെ റെഡിയായ ശേഷം ഞാൻ പറയാം, ഞാനൊരു വീഡിയോ ചെയ്യാം എത്രമാത്രം നന്നായി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.